ഹലോ, ഇറ്റ്സ് മീ ഗോബു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 2-ാം തീയതിയാണ്. ഇന്ന് എൻ്റെ 6th സെമസ്റ്ററിലെ ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇന്ന് ഒരു കുട്ടി എക്സാം വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ 5th സെമസ്റ്ററിലെ എക്സാം വ്ലോഗ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പം ഇതെൻ്റെ 6th സെമസ്റ്ററിലെ എക്സാം വ്ലോഗാണ്. ഇതോടുകൂടി എൻ്റെ എക്സാം കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എൻ്റെ 4th സെമസ്റ്ററിൽ എൻ്റെ എക്സാം ഫുൾ എനിക്ക് മിസ്സായ ആ സമയത്ത് ഡെലിവറി ടൈം ആയതുകൊണ്ട്. അപ്പോൾ എൻ്റെ മുമ്പത്തെ എക്സാം വ്ലോഗിൽ ഞാൻ എൻ്റെ എക്സാമിലെ ഡെയിലി റൊട്ടീനാണ് കാണിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഈ വ്ലോഗിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയാം, നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ നല്ല ഉറച്ച് വായിച്ചേ പഠിക്കുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പിൻ ഡ്രോപ്പ് സൈലൻസും വേണം. അപ്പോൾ ഞാൻ കൂടുതലും എല്ലാവരും ഉറങ്ങിയിട്ട് രാത്രിയായിരിക്കും കൂടുതലിരുന്ന് പഠിക്കുന്നത് കേട്ടോ. കാരണം എനിക്ക് രാവിലെ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എണീറ്റാലും ഞാൻ ഉറങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കുകയുള്ളൂ, പഠിക്കൂല. പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ഇരുന്ന് ഒരു 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. ചിലപ്പോൾ 4 മണി വരെ പോയ ചരിത്രമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞാവ് വരുന്നതിന് മുമ്പ് വരെ അങ്ങനെ ഞാൻ അത്രയും ഡിലേ ആവാറില്ല. പക്ഷേ കുഞ്ഞാവ് വന്ന ശേഷം എനിക്ക് കുഞ്ഞിൻ്റെ കാര്യം കൂടെയൊക്കെ നോക്കിയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ടൈം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒരു 4 മണി വരെയൊക്കെ ഞാൻ ഇരുന്ന് പഠിക്കും. ചിലപ്പോൾ 3 മണി വരെയൊക്കെ പഠിച്ചിട്ട് പിന്നെ ഞാൻ 5 മണിക്കോ 6 മണിക്കോ ഒക്കെ എണീറ്റ് ബാക്കിയും കൂടെ പഠിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഞാൻ നേരത്തെ പഠിച്ച് വയ്ക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പരീക്ഷയുടെ തൊട്ട് മുമ്പ് പഠിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഇപ്പം ഞാൻ നേരത്തെ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ ഞാൻ ഒരു 2 മണിക്കൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷയുടെ തൊട്ട് മുമ്പായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് തീർക്കാൻ പറ്റും. കാരണം നമുക്ക് ആ ഒരു ടെൻഷനോടുകൂടി നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും വളരെ സ്പീഡിൽ തന്നെ മൈൻഡിൽ കയറാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ 5th സെമ്മിൻ്റെ എക്സാം റിസൾട്ടാണ്. അപ്പോൾ ഞാൻ എക്സാം വ്ലോഗ് ചെയ്തപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു എൻ്റെ റിസൾട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങളെ തീർച്ചയായും അറിയിക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പം ഇതാണ് എൻ്റെ റിസൾട്ട്. എല്ലാം പാസ്സായിട്ടുണ്ട്. അപ്പം ഇതാണ്, ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പഠിക്കുന്ന സമയം എനിക്ക് എന്താണോ ഓരോരുത്തർക്കും ഓരോരുത്തർ, ചിലവർക്കാണെങ്കിൽ കൂട്ടത്തിലിരുന്ന് കമ്പൈൻ സ്റ്റഡി ആയിരിക്കും നല്ലത്. ചിലർക്ക് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിച്ചും TV കണ്ടും വരെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അങ്ങനെ പഠിക്കുന്നത് എഫക്റ്റീവായിരിക്കും. അപ്പം ചിലർക്ക് മനസ്സിൽ വായിച്ച് പഠിക്കുന്നതായിരിക്കും എഫക്റ്റീവ്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ശബ്ദവും ഇല്ലാണ്ട് പിൻ ഡ്രോപ്പ് സൈലൻസിലിരുന്ന് കാമായിട്ടിരുന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഉറച്ച് വായിച്ച് പഠിക്കണം. പിന്നെ നടന്ന് പഠിക്കണം. അപ്പം ഓരോരുത്തർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ പഠിക്കുക. പിന്നെ നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടിയിട്ടെന്നുള്ള തോന്നലിൽ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ, അത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളെ മൈൻഡിലോട്ട് പഠിക്കുന്ന സാധനം കയറണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അങ്ങ് പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഷെയർ ചെയ്യാവുള്ളൂ. അപ്പം മെയ് 2-ാം തീയതി തുടങ്ങിയ പരീക്ഷ മെയ് 10-ാം തീയതി ആയപ്പോഴത്തേക്കും കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മുമ്പത്തെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. പഠിക്കണം, കുഞ്ഞാതെ നോക്കണം. അപ്പോൾ എല്ലാത്തിലും മൊത്തത്തിൽ തിരക്ക് കാരണം. പിന്നെ എനിക്കിതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ കാര്യമാണ്. കാരണം ചേച്ചി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് LLB പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നേനെ. കാരണം കുഞ്ഞാവേനെ അത്രയ്ക്ക് ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്ത് കുഞ്ഞാവിനെ നോക്കണ കാര്യത്തിൽ എല്ലാവരും സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചേച്ചിയുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം ചേച്ചിക്ക് ഒരു മോനുണ്ട്, ആ മോനെയും വെച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിനെയും കൂടെ നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ ചേച്ചി കട്ടയ്ക്ക് സപ്പോർട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ മാത്രമല്ലല്ലോ, തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാലും എനിക്ക് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കണം. അപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ എന്നെ പഠിക്കാൻ വേണ്ടി അനുവദിക്കുക, ചേച്ചി കുഞ്ഞിന് ആഹാരം കൊടുക്കുക, കുളിപ്പിക്കുക, അവൻ്റെ കാര്യങ്ങൾ നോക്കുക, അവനെ ഉറക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേച്ചി തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് ലൈഫ് ലോങ് എനിക്ക് ആ ചേച്ചിയുടെ അടുത്ത ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, എൻ്റെ സ്വന്തം ചേച്ചി തന്നെ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, എനിക്ക് അത്രയും സപ്പോർട്ടീവായിരുന്നു. അതുപോലെ എൻ്റെ അമ്മയും കൂടെ വന്ന് നിന്ന് പറ്റുമ്പോഴേക്ക്, അമ്മയ്ക്ക് ജോലിക്ക് പോകണം, എന്നിരുന്നാലും പറ്റുമ്പോഴേക്ക് ആവശ്യമുണ്ടെങ്കിൽ അമ്മയും ലീവ് എടുത്തൊക്കെ വന്ന് നിന്ന് നോക്കുമായിരുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയായിരുന്നാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് എടുത്ത് പറയേണ്ട ആളെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി തന്നെയാണ്. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ്. ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ LLB എന്ന് പറയുന്ന ആ ഒരു കടമ്പ കടന്ന് കിട്ടിയത്. മാത്രമല്ല എൻ്റെ ഈ ഒരു മദർഹുഡ് ഇത്രയും ഈസി ആക്കി തന്നത് ചേച്ചി തന്നെയാണ്. ഫ്രം ദ ബിഗിനിങ്, എൻ്റെ ഡെലിവറി കഴിഞ്ഞ തൊട്ട് ഈ നിമിഷം വരെയും ചേച്ചിയുടെ സപ്പോർട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു. ഞാനും ചേച്ചിയും തമ്മിൽ പണ്ട് ഭയങ്കര കട്ട അടിയും വഴക്കൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ അവൾക്കൊരാവശ്യം വരുമ്പോൾ ഞാനും, എനിക്കൊരാവശ്യം വരുമ്പോൾ അവളും എന്നും കൂടെ ഉണ്ടായിട്ടുണ്ട്.
ഇനി നമ്മളുണ്ടാവും. അതിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് കേട്ടോ. ഇങ്ങനെ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളെ ചേച്ചിയായിട്ട് കിട്ടിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ദൈവത്തിൻ്റെ നന്ദി പറയുന്നു ഇങ്ങനെ ഒരു ചേച്ചി എനിക്ക് തന്നതിന്. ഐ എം സോ ബ്ലെസ്ഡ്. പിന്നെ എന്താണ്, നമ്മളിപ്പോഴും വഴക്കൊക്കെ കൂടാറുണ്ട് കേട്ടോ. വഴക്കൊക്കെ കൂടും, എന്നിരുന്നാലും മനസ്സിൽ ഉള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ എനിക്ക് തുറന്ന് പറയാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ എന്താണ്, മെയ് 10 ആയപ്പോഴത്തേക്കും എൻ്റെ റിട്ടേൺ എക്സാമൊക്കെ കഴിഞ്ഞു. പിന്നെ മെയ് 30 അതുപോലെ തന്നെ ജൂൺ 19 2 വൈവേ കൂടെ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ മൂഡ് കോട്ട് വർക്കിൻ്റെയൊക്കെ ഒരു വൈവയും, രണ്ടാമത് എക്സ്റ്റേണൽ വൈവയും. അപ്പോൾ മൂഡ് കോട്ടിൻ്റെ വൈവ മെയ് 30 കഴിഞ്ഞ ശേഷം ജൂൺ 1 ഞാൻ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ മലപ്പുറത്ത് വന്നു. അപ്പോൾ മലപ്പുറത്ത് വന്ന് 19 വൈവയ്ക്ക് വേണ്ടി 16 തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് വന്നു. ട്രിവാൻഡ്രത്ത് വന്നിട്ട് പിന്നെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ് നിന്നത്. അപ്പോൾ ചേച്ചി അമ്മയും കൂടെ കുഞ്ഞാവെ നോക്കുന്ന സമയത്ത് ഞാൻ എന്താണ് പഠിച്ചു, വൈവയൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എക്സാം വ്ളോഗ് എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കൂടുതൽ വീഡിയോസൊന്നും ഷൂട്ടും ചെയ്തില്ല. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കോളേജിലേക്ക് പോകുന്ന എൻ്റെ ഒരു ഗെറ്റ് റെഡിയും കൂടെ എടുക്കാമെന്ന്. അപ്പോൾ സാധാരണ പോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റെഡി ആകുന്നൊരു വീഡിയോയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തതേ ഉള്ളൂ. ഞാൻ സാധാരണ കോളേജിൽ പോകുമ്പോഴത്തേക്കും ഇതുപോലെ ഐലൈനർ ഒന്ന് എഴുതി ഇങ്ങനെയൊക്കെ തലയൊക്കെ ഓതി ഇങ്ങനെയൊന്നും നിൽക്കാറില്ല. ഇത് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് കൂടുതൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ എക്സാം വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ചടപടയെന്നും പറഞ്ഞ് തലയും വാരി കെട്ടിക്കൊണ്ട് ഇറങ്ങി ഓടാണ് പതിവ്. പിന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഐലൈനറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തു. അപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞാവ വന്ന് ജസ്റ്റ് നിർത്തി നോക്കി. പിന്നെ അവനെ എടുത്ത് കളിപ്പിച്ചിട്ട് ഞാൻ പോയി. അവനെ വീട്ടിലാക്കിയിട്ട് എനിക്ക് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ വൈവയ്ക്ക് വേണ്ടി പോവുകയാണേ. അതുപോലെ തന്നെ എൻ്റെ എല്ലാ എക്സാമിനും എന്നെ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. പാവം, എത്ര വെയിലായിരുന്നാലും മഴയായിരുന്നാലും ഓഫീസിൽ തിരക്കുണ്ടായിരുന്നാലും എന്നെ കൊണ്ടാക്കിയിട്ട് എക്സാം കഴിയുമ്പോഴത്തേക്കും വന്ന് വിളിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛനും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ലീഡറാണ്. നമ്മളെ 3 വർഷം നമ്മുടെ ക്ലാസ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയ ഒരു ചേട്ടനാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എല്ലാം വെല്ലായിട്ട് ഓർഗനൈസ് ചെയ്യാൻ കഴിവുള്ള നല്ലൊരു അടിപൊളി ലീഡറായിരുന്നു. നമുക്ക് എപ്പോൾ വേണോ വിളിക്കാം, എന്ത് കാര്യം വേണമെങ്കിലും പറയാം. അങ്ങനെ നല്ലൊരു ലീഡറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദീപ്തി. പിന്നെ ഒരാളൂടെ ഉണ്ട്, രജനി ചേച്ചി. ചേച്ചിക്ക് അന്നല്ലായിരുന്നു വൈവ്, അതുകൊണ്ട് വീഡിയോയിലില്ല കേട്ടോ. അപ്പോൾ ഇവർ 2 പേരെടുത്തും എനിക്ക് ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്. കാരണം ഇവരുടെ കട്ട സപ്പോർട്ടൂടെ കൊണ്ടാണ് എനിക്ക് അടിപൊളിയായിട്ട് തന്നെ LLB കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെ എല്ലാ വർക്കിനും ഒക്കെ ഇവരുടെ നല്ലൊരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ദീപ്തി ആയിരുന്നാലും രജനി ചേച്ചി ആയിരുന്നാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും അതുപോലെ തന്നെ എൻ്റെ നല്ല ഒരു സ്ട്രോങ് പില്ലർ കൂടെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.